സീസ് വെൽക്കം ടു മലകയും കുഞ്ഞാറ്റയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പുതിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ മന്തി ബിരിയാണിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റഡ് ഹാപ്പി ഈസ്റ്റർ. നമ്മളൊന്ന് കുറച്ച് വൈകിപ്പോയി ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് മന്തിയായിട്ട് തോന്നും, ബിരിയാണിയായിട്ട് തോന്നും, അതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കിലോ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നു ഇവിടെ. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ സവാള മൊരിയിച്ചതും ക്യാരറ്റ് മൊരിയിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് യോഗട്ട് ഇട്ട് കൊടുക്കുക. യോഗട്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നില്ല, അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് കറക്റ്റായിട്ട് നമുക്ക് അറിയാമല്ലോ, അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക കൈ വെച്ചിട്ട് തന്നെ. എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുക. നമ്മൾ ബട്ടറും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള 4 ചിക്കൻ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും വേണം, പിന്നെ എരിവുള്ള ചില്ലി പൗഡറും വേണം. അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല എല്ലാ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊരു ½ ആൻ അവർ റെസ്റ്റിംഗ് പീരീഡ് വെക്കണം. അതിന് മുന്നേ നമുക്കൊരു ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് കൂടെ എല്ലാം കൂടെ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു വിസിലടിക്കുന്ന വരെ നമുക്കത് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അത് നന്നായി മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള 4 ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇത് നമുക്ക് ബിരിയാണിയുടെ നമ്മുടെ മന്തി പ്ലസ് ബിരിയാണിയുടെ ടോപ്പിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങിയ 2 മുട്ടയുടെ വെള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ചീസ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പക്രീമാണ്, ചീസ് ക്രീം എന്ന് പറയുന്നില്ലേ, ആ 2 ടീസ്പൂണാണ് ചീസ് ക്രീം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ വൈറ്റ് സോസ് റെഡി. ഇനി നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആ ഒരു ഗ്രേവി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ പാനിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ, ആ ചിക്കൻ്റെ ഫുൾ നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട്. ഇനി അതിന് മേലെ നമുക്ക് റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള മൊരിയിച്ചതും ക്യാരറ്റ് മൊരിയിച്ചതും കൂടെ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു റൈസും കൂടെ ബാലൻസ് ഉള്ള റൈസും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും സവാള മൊരിയിച്ചതും ക്യാരറ്റ് മൊരിച്ചതും കൂടെ ഇട്ടിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇടാം. എൻ്റെ കയ്യിലില്ലായിരുന്നു, എല്ലാം കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ 4 ചിക്കൻ പീസ് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫ്രൈ ചെയ്ത് വെച്ച് 4 ചിക്കൻ പീസും കൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ദം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ദം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു വൈറ്റ് സോസും ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പീസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ ഫുള്ള് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ റൈസ് കുറച്ച് എടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട്. അതിന് മേലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് സോസ് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് റൈസും ഈ വൈറ്റ് സോസും പിന്നെ ഫ്രൈ ചിക്കനും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമ്മൾ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വൈറ്റ് സോസും ആ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ മാത്രം തന്നെ കഴിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് പറയുകയാണെങ്കിൽ ഈ ഈസ്റ്റർ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 50 ഡേയ്സ് നോമ്പൊക്കെ എടുക്കുന്ന ഒരു സമയമാണല്ലോ. അതായത് നമ്മൾ വെജിറ്റബിൾസ് മാത്രമാണ് സത്യം പറഞ്ഞാൽ കഴിക്കുന്നുള്ളൂ. എഗ്ഗോ അല്ലെങ്കിൽ ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഒന്നും തന്നെ നമ്മൾ കഴിക്കുന്നില്ല. ആ ഒരു 50 ഡേയ്സ് ഓൺലി വെജിറ്റബിൾസ്, അത് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും നാൾ നമ്മൾ അത്രയും കൺട്രോൾ ചെയ്ത് നമ്മൾ അങ്ങനെ നോമ്പെടുത്തിട്ട് ഈ ഒരു ഈസ്റ്ററിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഒരു ഓശാന ഞായർ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഒരു ഭയങ്കര എന്താ പറയുക ക്രേവിങ് ആയിരുന്നു നോൺ വെജിനോടുള്ള. സത്യം പറഞ്ഞാൽ എനിക്ക്, കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യമാണ് ഇത്ര കഠിനമായിട്ടുള്ള ഫാസ്റ്റിംഗ് എടുത്തത്. ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ശരിക്കൊന്നും ഫാസ്റ്റിംഗ് എടുത്തിട്ടേ ഇല്ല. പിന്നെ അതുമാത്രമല്ല, അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ബ്രേക്കായി പോവും. ചിലപ്പോൾ നമ്മൾ
ഏതെങ്കിലും എഗ്ഗ് എടുക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് മാത്രം എടുക്കും, എഗ്ഗ് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യമാണ് ഞാൻ എല്ലാം, സത്യം പറഞ്ഞാൽ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എല്ലാം ഇത് എടുത്തത്. പ്ലസ് ഞാൻ അതിൻ്റെ കൂടെ ചോക്ലേറ്റും കൂടെ എടുത്തായിരുന്നു. അത് കാരണം എനിക്ക് ഒന്നും തന്നെ ഒരു കഴിക്കാൻ പറ്റാത്ത പോലെ അവസ്ഥയായിരുന്നു. അത് കാരണം ഈ ഒരു ബിരിയാണി വെച്ച് അടിപൊളിയാക്കി, ബിരിയാണി വെച്ച് സംഭവം കളറാക്കി ഒന്ന് കഴിച്ച് പിടിച്ച് നല്ല അടിപൊളി സെറ്റാക്കണം എന്ന് തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതന്നെ എന്താ പറയുക, ഈസ്റ്റർ ആയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ക്രേവിങ് ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഇതുപോലെ ഒരു ബിരിയാണി വെച്ച് ഞാൻ തന്നെ സ്വയം പുകഴ്ത്തി പറയണം. പക്ഷേ പുകഴ്ത്തി പറയുന്നതല്ല, നല്ല അടിപൊളി മന്തി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.